നമുക്കൊരു വീഡിയോയിലൂടെ പോയാലോ? ചാലോ. 2 സിനിമയിൽ 2 ക്യാരക്ടർ ചെയ്തിരുന്നു. ഇപ്പൊ ഞാനൊന്നുമല്ല ഈ വങ്കാരം. ഈ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞിട്ട് റീച്ച് ഇല്ലാണ്ടായി എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. സോ എനിക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും വേണ്ട. താങ്ക് യു ബൈ. എല്ലാവരും താങ്ക് യു. ഒരു പെണ്ണിനെ ധൈര്യം വന്നത് അവന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അതിനെതിരെ എന്തും കാണിച്ചു. ബട്ട് അവൻ ഇങ്ങനെയാണ്. എനിക്ക് ഉറപ്പായിരുന്നു ഇങ്ങനെ ഒരു ദിവസം വന്നുവരുമെന്ന്. കാരണം അത്രയും നമ്മളെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ്, ഹലോ, നമസ്കാരം ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പം റീസെന്റ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഒരു വിഷയം, നമ്മുടെ KSRTC ബസ് ഞരമ്പൻ സവാദിന്റെ കാര്യം തന്നെയാണ്. അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളുടെ ഓർമ്മയിലോട്ട് കൊണ്ടുവരാനുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു വിഷയം ഇപ്പൊ കുത്തിപ്പൊക്കാനുള്ള കാരണം നമ്മുടെ മെൻസ് അസോസിയേഷൻ സെട്ടൻ വട്ടിയൂർക്കാവോ പുള്ളി പറയുന്നുണ്ട്, ബിഗ് ബോസിലോട്ട് കയറാൻ വേണ്ടിയിട്ടുള്ള പരാക്രമമാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് CCTVയിൽ ആ വിഷയം വ്യക്തമായിട്ട് പതിഞ്ഞിട്ട് പോലും അത് വീഡിയോ എഡിറ്റാണ്, അതാണ് ഇതാണെന്നൊക്കെ ഒരു കാര്യമില്ലാതെ ജയിക്കാൻ വേണ്ടിയിട്ട് എന്തും പറയാൻ നിൽക്കുന്ന ചില ആളുകളുടെ പരാക്രമത്തിന്റെ ഭാഗമായിട്ടാണ്. പക്ഷെ ഫൈനലി ആ ലേഡി അവിടെ ജയിച്ചിരിക്കുകയാണ്. അത് ജയിക്കുക തന്നെ ചെയ്യും. കാരണം എന്ന് വെച്ചാൽ കർമ്മ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ബിഫോർ ദാറ്റ് ഞാന് സോഷ്യൽ മീഡിയയിൽ ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങിയ കുറച്ച് ടൈം പീരീഡിന്റെ ഉള്ളിൽ ലുലുവിൽ വെച്ചിട്ട് ഒരു മഹാൻ വളരെ മോശമായിട്ട് ബിഹേവ് ചെയ്യുകയും ഞാൻ അതിനെ റിയാക്ട് ചെയ്യുകയും ലുലു മോളിൽ വെച്ച് അയാളെ തല്ലുകയും ലുലു മോളിലെ CCTVയിൽ ഇയാൾ കാണിച്ച് പരാക്രമം പതിയുകയും സെക്യൂരിറ്റിക്കാർ കാണുകയും അപ്പൊ തന്നെ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആള് വരികയും അയാള് ഈ വൃത്തികേട് കാണിച്ച ഈ മഹാൻ പോലീസിന്റെ മുന്നിൽ വെച്ച് തെറ്റുപറ്റിപ്പോയതാണ് സമ്മതിക്കുകയും പക്ഷെ ഞാൻ അത് കേസ് വിടാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ FIR ആവുകയും അതിന്റെ ഭാഗമായിട്ട് കുറച്ച് കേസ് നടക്കുകയും സ്റ്റിൽ ഇപ്പോഴും ആ കേസ് ഗോയിങ് ഓൺ ആണ്. കാരണം ആ പുള്ളി വരാത്തതിന്റെ ഭാഗമായിട്ടൊക്കെ കേസ് ഗോയിങ് ഓൺ ആണ്. അപ്പോ സോഷ്യൽ മീഡിയയിൽ ആ സമയത്ത് അവിടെ കുറച്ച് മീഡിയാസ് വരികയും അതിൽ ഒരു മീഡിയ ഉണ്ണി ചോദിച്ചൊരു കാര്യമുണ്ട്, റീച്ചിന് വേണ്ടിയിട്ടല്ലേ ബിഗ് ബോസിന് ഉദ്ദേശം അതൊരു ഗെയിമൊന്നും കളിക്കാൻ പറ്റാതെ പുറത്തിറങ്ങിയിട്ട് ഇപ്പോൾ റീച്ചിന് വേണ്ടിയിട്ടല്ലേ കാണിക്കണേ എന്നുള്ളത്. ആ സമയത്തിൽ എന്റെ ഒരു മാനസികാവസ്ഥ എത്ര എക്സ്പ്ലെയിൻ ചെയ്താലും നിങ്ങൾക്ക് മനസ്സിലാവോ എന്നറിയത്തില്ല. ഈ മീഡിയയിൽ ക്യാമറയും തൂക്കി പിടിച്ചുകൊണ്ട് വന്ന ഉണ്ണിയുടെ അമ്മയ്ക്കോ പെങ്ങൾക്കോ ഭാര്യയ്ക്കോ ആണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായെങ്കിൽ ഇവൻ ചോദിക്കും അവരുടെ മുഖത്ത് നോക്കിയിട്ട്, അയ്യോ എനിക്ക് പ്രത്യേകിച്ച് പോസ്റ്റ് ചെയ്യാൻ കണ്ടന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ടാണോ അമ്മ ഇങ്ങനെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തതെന്ന് ചോദിക്കുമോ? ഇത് കേൾക്കുമ്പോൾ പലരും ചോദിക്കും, കാര്യം പറയണമെങ്കിൽ പറഞ്ഞാൽ പോരെ, എന്തിനാണ് വീട്ടിലോട്ടൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോകണേ, അമ്മയും പെങ്ങളെയൊക്കെ എടുത്തിരണേന്ന്. കാരണം എന്താന്ന് വെച്ചാൽ ഓരോ വിഷയങ്ങളെ പറ്റിയിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവർക്കത് കൊള്ളണം എന്നുണ്ടെങ്കിൽ, അവർക്കത് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ വീട്ടിലുള്ളവരെ തൊട്ട് നമ്മൾ സംസാരിക്കണം. എന്നാൽ മാത്രമേ അവർക്ക് കണക്ഷൻസ് മനസ്സിലാവുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ വീട്ടിൽ എല്ലാവരും സേഫ് ആണല്ലോ, എന്റെ വീട്ടിൽ ആർക്കും ഒന്നുമില്ലല്ലോ, പുറത്തുള്ളവരെ എന്തും പറയാമെന്നും പറഞ്ഞിട്ട് നടക്കുന്ന കുറെ കോമാളി കൂത്തറകളുണ്ട്. ഓക്കെ, ഇവിടെ ഈ കുട്ടി സംസാരിക്കുന്ന കാര്യം അപ്പോ ആ റീച്ചിന് വേണ്ടിയിട്ടാണ്. അപ്പോ ഒന്ന് ആലോചിക്കണം, പോലീസ് സ്റ്റേഷനിൽ അയാളത് തെറ്റ് സമ്മതിച്ചു, CCTV ക്യാമറയിൽ അയാൾ ചെയ്തത് പതിഞ്ഞു, ഈ കളമശ്ശേരി പോലീസ് സ്പോട്ടിൽ വന്ന് ലുലുവിൽ ഓൾ CCTV ക്യാമറ സെറ്റ് ചെയ്തെല്ലാം കണ്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഈ ആക്ഷൻ എടുത്തതും FIR എടുത്തതും. അല്ലാതെ ഞാൻ പോലീസുകാരുടെ അടുത്ത് പോയിട്ട് ചേട്ടാ റീച്ചിന് വേണ്ടിയിട്ടാണ് എന്തെങ്കിലും ഒന്ന് ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ട് അപ്പോലേക്കും ശരി മോളെ എന്നും പറഞ്ഞിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഫേവർ ചെയ്ത് എഴുതുന്നതല്ല കേരള പോലീസ് എന്ന് പറയുന്നത്. അവർക്കത് വ്യക്തമായിട്ട് മനസ്സിലായതുകൊണ്ടാണ്. ഞാൻ അവിടെ ഒരു ഫേക്ക് ഗെയിമാണ് കളിച്ചിരുന്നെങ്കിൽ ഞാനിപ്പോ അകത്ത് കിടന്നേനെ. അത് മനസ്സിലാക്കാതെ കുറെ കുന്തളിപ്പ് കാണിക്കുന്നതും ചോദിക്കുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. കമന്റ് ബോക്സ് ഫുള്ളും ബുള്ളി ചെയ്ത് നടന്ന കുറച്ച് ആൾക്കാർ. ഓക്കെ, ആൻഡ് അടുത്തൊരു സംഭവം, സബ്സ്ക്രിപ്ഷൻ വീഡിയോസ് പേജസ് ഞാൻ തുടങ്ങിയതിന്റെ ഭാഗമായിട്ട് 2 ഉണ്ണികൾ യൂട്യൂബിൽ വന്നിട്ട് ഒരുത്തന്റെ വീട്ടിലൂടെ സത്യം പറഞ്ഞ് ഇറങ്ങിയതാണ്. വേറെ ചില യൂട്യൂബേഴ്സ് ഇടപെട്ട് പ്രശ്നമാക്കണ്ടെന്ന് പറഞ്ഞിട്ട് നിർത്തി ഫോണിലൂടെ സംസാരിച്ച് തീർത്തതാണ് ആ വിഷയം. ഫോണിലൂടെ അവന്റെ ചെവി പൊന്നാവുന്ന രീതിയിലുള്ള സംസാരം ഞാൻ സംസാരിക്കുകയും ചെയ്തു. കാരണം പെറ്റതല്ല സൈക്കിൾ, അതേപോലത്തെ തമ്മനയിലാണ് അവൻ ഇട്ടിരുന്നത്. അപ്പോ വൈഭവഗുരുദേവു ഇങ്ങനെ സബ്സ്ക്രിപ്ഷൻ പിക്സ് ഇടണമെന്ന് പറഞ്ഞ് പകൽ മാന്യനായി നിന്നിട്ട് ആ വീഡിയോന്റെ താഴെ കുറെ വൃത്തികെട്ട കമന്റ് ഇട്ട മാന്യന്മാർ ഓടിപ്പടഞ്ഞ് ഇപ്പുറത്ത് വന്ന് 200 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന എന്റെ സബ്സ്ക്രിപ്ഷനിൽ പെട്ടെന്ന് 360ക്ക് മേലെ ആകുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ വീഡിയോ കണ്ടിട്ട് 360ക്ക് മേലെ ആകുന്നു. അത് കഴിഞ്ഞ് അവർ ഉദ്ദേശം അതിലെ പിക്സ് അതിന്റെ ഉള്ളിൽ ഇല്ലാന്ന് കാണുമ്പോൾ എനിക്ക് DM ചെയ്യുന്നു, സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇതാണോ ഫീഡും സബ്സ്ക്രിപ്ഷനൊക്കെ സെയിം പിക്കാണല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ കമന്റ് ഇടുന്നു. അപ്പൊ ഇവിടെ ആരാണ് മോശക്കാർ, ആരെയാണ് വെളുപ്പിക്കാൻ നോക്കുന്നത്? പകൽമാന്യനായിട്ട് നിന്നിട്ട് ഈ വീഡിയോസും പിക്സും മുഴുവനും കണ്ടിട്ട് ഇപ്പുറത്ത് കുറ്റം പറഞ്ഞ അല്ലെങ്കിൽ വൃത്തിയോട് പറഞ്ഞിട്ട് ഇപ്പുറത്ത് വന്നിട്ട് ചേച്ചി കുറച്ചും കൂടി ഹോട്ടായിട്ടുള്ള പിക്ക് ഇടാമോ? അപ്പൊ ഇവിടെ എത്ര ഞരമ്പന്മാർ ആണുങ്ങളുണ്ടെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ
ഈ പെൺകൊച്ചി ഈ പ്രശ്നത്തിന് വേണ്ടിയിട്ട് വീഡിയോ ഇട്ട് കഴിയുമ്പോൾ ആ കുട്ടിയുടെ പ്രൊഫൈലിൽ പോയിട്ട് ആ കുട്ടിയുടെ ഡ്രസ്സ് വസ്ത്രധാരണയുടെ ഭാഗമായിട്ട് ഇവൾക്ക് ഇത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇവൾക്ക് ഇത് ഇങ്ങനെ തന്നെ കിട്ടണം എന്ന് പറഞ്ഞിട്ട് ഈ സവാദ് എന്ന് പറഞ്ഞ വ്യക്തിയെ ഭയങ്കര സംഭവമാക്കി പൂമാലിട്ട് പുറത്തേക്ക് ഇറക്കിയ ഒരു ലോകം ഉണ്ടായിരുന്നു, ഒരാൾക്കാരുണ്ടായിരുന്നു, കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. ഈ പൂമാലിട്ടവരൊക്കെ ഇപ്പൊ എന്തിയേ? ഇപ്പൊ മാപ്പും കോപ്പും പറഞ്ഞു വരുന്നുണ്ടല്ലോ. ആദ്യം എനിക്ക് ചോദിക്കാനുള്ള നിങ്ങളോടാണ്, ഈ കുട്ടിയുടെ ഭാഗത്താണ് ശരി, ഇവൻ വൃത്തികേട് കാണിച്ചു എന്ന് അറിഞ്ഞിട്ടും സത്യം അറിഞ്ഞിരുന്നിട്ടും മിണ്ടാതെ ഈ പെൺകുട്ടിയുടെ ഡ്രസ്സിങ് ഇങ്ങനെയാണ്, ഈ പെൺകുട്ടി മോശമാണ്, ഈ പെൺകുട്ടി ഇങ്ങനെയാണെന്നും പറഞ്ഞ് പിക്ചറൈസ് ചെയ്തിട്ട് ഈ വേട്ടാവളിയനായ വൃത്തികെട്ടവനെ ഹൈപ്പാക്കി പൂമാലിട്ട് കൊണ്ടുവന്ന ഒറ്റണത്തിന് ഇപ്പൊ കാണുന്നില്ല. ഇപ്പൊ ഈ ബസ്സിൽ ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടായത് അപ്പൊ അത് അവന്റെ സുഖേടല്ലേ? ഈ രണ്ടാമത് ഇവനിങ്ങനെ കാണിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുത്തത് ആരാ? ഇവനെ സപ്പോർട്ട് ചെയ്ത് വെച്ച കുറച്ച് ആളുകളല്ലേ? അപ്പൊ എന്ത് തന്നെയാണെങ്കിലും ആ കുട്ടി അവിടെ സത്യം പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. കാരണം ഇങ്ങനത്തെ ആൾക്കാരെ ഫൈനലി എത്ര ആയിട്ടാണെങ്കിലും ആൾക്കാരുടെ മുന്നിലോട്ട് വലിച്ചു കീറാൻ കിട്ടുന്നുണ്ടല്ലോ. കാരണം അവൻ അവന്റെ സ്വഭാവം പിന്നെയും കാണിച്ചിട്ട് ശരിക്കും ലോകത്തിന് മനസ്സിലായല്ലോ ഈ ലേഡിയാണ് ശരി, ഇവൻ ഇങ്ങനത്തെ ഒരു വേട്ടാവളിയാനാണെന്നുള്ളത്. വട്ടിയൂർക്കാവ് ചേട്ടൻ എന്താണ് പറയണത്? എന്ത് വിധേനയും ട്രാപ്പ് ആക്കും അല്ലെങ്കിൽ കുടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ആ കുട്ടിയുടെ ഭാഗത്ത് സത്യം, ആ കുട്ടിയുടെ ഭാഗത്ത് ഞാനാണെങ്കിലും ഇവന്റെ ഭാഗത്ത് തെറ്റുണ്ട്. എന്താണെങ്കിലും ഇവനെ ലോക്കാക്കാനുള്ള പണി എടുക്കുമെന്ന് പറയുന്നത് ഒരിക്കലും ഒരു ട്രാപ്പ് അല്ല. മനസ്സിലായോ? പിന്നെ ബിഗ് ബോസിലോട്ട് കയറാനുള്ള വിപ്ലവം. വാട്ട് യു മീൻ ബൈ ദാറ്റ്? ഇവിടെ എന്താ ലോ ഇല്ലേ? അങ്ങനെ ഒരു ഫേക്ക് കേസാണ് ഉണ്ടാക്കണത്. ആ കുട്ടി ഇങ്ങനെ നടക്കും. ആ കുട്ടീനത് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ഇപ്പൊ രണ്ടാമത്തെ ഒരു വിക്ടിമയും കൂടി അവിടെ ഇറക്കേണ്ട വന്നത് കേരളം കാരണമാണ്, നാട്ടുകാർ കാരണമാണ്. കാരണം അവിടെ തുടക്കത്തിൽ ഒരാൾ പറഞ്ഞിട്ട് അത് മനസ്സിലാക്കാതെ ആ കുട്ടിയുടെ പ്രൊഫൈലിലെ കോസ്റ്റ്യൂംസും കാര്യങ്ങളും എടുത്തിട്ടിട്ട് ഡ്രസ്സും എല്ലാം എടുത്തിട്ടിട്ട് ഇവനെ പോലത്തെ ഒരു വൃത്തികെട്ട ഞരമ്പനെ പൊക്കി തലയിൽ വെച്ച കേരളത്തിനോടാണ് ഇപ്പൊ ചോദിക്കാനുള്ളത്. അപ്പൊ ആണുങ്ങൾ അബ്യൂസ് ഫേസ് ചെയ്യുന്നില്ലേ? പെണ്ണുങ്ങൾ മാത്രമല്ല ആണുങ്ങൾ അബ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഒരു സ്ത്രീ മോഡലിംഗ് കോസ്റ്റ്യൂം ഇടുന്നു, അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഇഷ്ടമുള്ള കോസ്റ്റ്യൂം ഇടുന്നു, ദാറ്റ് ഡസന്റ് മീൻസ് ഷീ ഈസ് ഈസി ഫോർ സെക്സ് ഓർ ഷീ ഈസ് റെഡി ഫോർ സെക്സ്. ആ കുട്ടിയുടെ ഡ്രസ്സ് ആ കുട്ടിയുടെ ഇഷ്ടമാണ്, ആ കുട്ടിയുടെ ആറ്റിറ്റ്യൂഡാണ്. അതിന്റെ അർത്ഥം കാണുന്ന എല്ലാവരുടെയും കൂടെ വാ എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരു ക്യാരക്ടറാണ് ഒരു ലേഡിയുടേത്. നിങ്ങൾ പോസ്റ്റ് ചെയ്യരുത്. ഇപ്പൊ പെൺകുട്ടികൾക്ക് പ്രശ്നം വന്നു കഴിഞ്ഞാൽ അസമയത്ത് നടന്നുകൊണ്ട് ഇട്ട ഡ്രസ്സിന്റെ പ്രശ്നം. അപ്പൊ ആൺകുട്ടികൾക്ക് പ്രശ്നം വരുന്ന ആൺകുട്ടികൾ അസമയത്ത് ഇറങ്ങി നടക്കുന്നില്ലേ? സിക്സ് പാക്ക് ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഷട്ടില്ലാതെയൊക്കെ പോസ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ല. അപ്പൊ ഷട്ടില്ലാതെ അവൻ പോസ് ചെയ്തുകൊണ്ടാണ് അവൻ ഇങ്ങനത്തെ ഒരു അബ്യൂസ് ഫേസ് ചെയ്യേണ്ട വന്നതെന്ന് പറഞ്ഞെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അപ്പൊ എന്ത് തന്നെയാണെങ്കിലും ഇവനെ പോലത്തെ വേട്ടാവളിയന്മാരെ എടുത്ത് സപ്പോർട്ട് ചെയ്യാനും മാലയിടാനും മെൻസ് അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞ് കുറെ ആൾക്കാർ ഇറങ്ങി അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ കേരളത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ചെറിയൊരു ന്യൂസ് നിങ്ങളുടെ മുന്നിലോട്ട് കാണിച്ചു തരാം. ഈ പെൺകുട്ടിയുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. എത്ര ക്രൂരമായിട്ടാണ് അയാളെ പെൺകുട്ടിയോട് ബിഹേവ് ചെയ്തിരിക്കുന്നത്. പ്രൈവറ്റ് പാർട്ടിൽ അയൺ ഇത് വെച്ച് ചില്ലി ഇട്ടിട്ട് അയൺ വെക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പെയിൻ എന്തോരം ഉണ്ടെന്നുള്ളത്. അപ്പൊ ഇവിടെ പെൺകുട്ടികൾ റിയാക്ട് ചെയ്താൽ പെൺകുട്ടികൾ ഇവൻ എന്റെ അടുത്ത് മോശമായി ബിഹേവ് ചെയ്തു അല്ലെങ്കിൽ മോശമായി നോക്കി എന്ന് പറയുമ്പോൾ എന്റെ അടുത്ത് ചോദിച്ച ആൾക്കാരുണ്ട്, തൊട്ടൊന്നുമില്ലല്ലോ, അവൻ എന്തൊരു കോപ്രായം കാണിച്ചു. ആ ഒരു സെക്ഷൽ ആക്ട് അല്ലെങ്കിൽ ആ ഒരു സെക്ഷൽ ടോക്ക് അല്ലെങ്കിൽ ആ ഒരു സെക്ഷൽ ടച്ച് എന്തായാലും പെൺകുട്ടികൾ അവിടെ റിയാക്ട് ചെയ്യും. റിയാക്ട് ചെയ്യുന്ന പെൺകുട്ടികളെ മോശപ്പെട്ട രീതിയിൽ തേച്ചൊട്ടിച്ചിട്ട് അതിന്റെ മേലെ വാഴ നട്ട മാതിരി മെൻസ് അസോസിയേഷൻ അല്ലെങ്കിൽ അവനെ മനഃപൂർവ്വം ചതിച്ചാന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കി വരുന്ന കുറെ ആൾക്കാരുടെ വായാണ് ആദ്യം മൂടേണ്ടത്. ഗേൾസ് സ്റ്റിൽ റിയാക്ട് ചെയ്യുക. ഇവിടെ ഇപ്പം ഈ വ്യക്തി ഈ കുട്ടി ജയിച്ചിരിക്കുകയാണ്. കാരണം അത് അവൾ പൊരുതി നേടിയ ജയം തന്നെയാണത്. അപ്പൊ ഇപ്പോഴും എനിക്ക് പറയാനുള്ളത് പേടിച്ച് മിണ്ടാതിരിക്കാതെ റിയാക്ട് ചെയ്യുക. ഗേൾസ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവനെ പോലത്തെ ഞരമ്പന്മാർ ഇനിയും ഒരുപാട് വരാനുണ്ട്. അവർ മുന്നോട്ട് തന്നെ വരട്ടെ. ഇങ്ങനെ പൂമാലിട്ട് നടക്കുന്നവരുടെയും തേച്ചൊട്ടിക്കേണ്ട ഒരു സൊസൈറ്റി വരണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെറുതെ ഒരു ആണ്ടമൊക്കെട്ട് ഈ CCTVയിൽ പതിയും എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അയാൾ പറയണം അതെല്ലാം പ്ലാൻഡാന്ന് പറയുമ്പോൾ അയാളുടെ തലയിൽ എന്തുവാ എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ നിങ്ങൾ വൃത്തികേട് കാണിച്ച ആൾക്കാർ ഇങ്ങനെ സേഫ് ആക്കി പോകുമ്പോൾ ഇപ്പുറത്തെ പെൺകുട്ടികൾ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് വലുതാണ്. നിങ്ങളുടെ കുടുംബത്തും സ്ത്രീകളുള്ളതാണ്, ഭാര്യമാര് മക്കള് പിള്ളേരുകളുള്ളതാണ്. അവർക്കും പുറത്തിറങ്ങി നടക്കാനുള്ള ഒരു സേഫ്റ്റി കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഓൺ സ്പോട്ടിൽ റിയാക്ട് ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യുക. ഓൺ സ്പോട്ടിൽ കണ്ടിട്ടുണ്ടെങ്കിൽ റിയാക്ട് ചെയ്യുക. അതേപോലെ ഇവനെ പോലത്തെ ഞരമ്പന്മാരെ പൂമാല ഇടിക്കാനാ വേണ്ട, ചെരുപ്പിന്റെ മാല ഇടിച്ചിട്ട് അടിച്ച് നാട് മുഴുവൻ ഓടിക്കണം.